ഇച്ചിരി കൂടെ വിളമ്പട്ടോ? മതി പെണ്ണേ, വിശപ്പില്ല. എന്നാ പിന്നെ ഇച്ചിരി തെളി തരാ അപ്പച്ച. കുഞ്ഞാനാപ്പേ, ഇച്ചിരി കഞ്ഞി തെളിയെങ്കിലും കഴിച്ചാട്ടെ. അല്ല, ക്ഷീണിക്കത്തില്ലയോ? പ്രായത്തിന്റെ ക്ഷീണം അത് വേറെ ഉണ്ട്. ആണ്ടേ അപ്പച്ച, അങ്ങ് കുടിച്ചോണ്ടാട്ടെ. കുടിച്ചാട്ടെ, അങ്ങോട്ട് കുടിച്ചാട്ടെ. അത് തന്നെ. കഴിക്കാനും കുടിക്കാനും വേണ്ടി ആരും നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധിക്കുന്ന ഇഷ്ടവും അല്ലായിരുന്നു. പിഞ്ഞാണത്തെ ആഹാരം വിളമ്പിയ മുമ്പീന്നെടുക്കുമ്പോ ഒഴിഞ്ഞിരിക്കണം. അതായിരുന്നു പതിവ്. മുമ്പത്തെ കാര്യം പറഞ്ഞാ ഒക്കോടോ? അല്ലേ, അങ്ങനെ പറഞ്ഞാ ഒക്കുവോ കുഞ്ഞാനാപ്പിളെ? ചെറുപ്പത്തിൽ നമ്മൾ ആവതിനു വേണ്ടി അല്ലല്ലോ തിന്നുന്നതിനും വേണ്ടിയുള്ള ആവതല്ലയോ അന്നുള്ള. വയസ്സാകുമ്പോഴോ കാര്യം മറിച്ച ആവത് നിൽക്കാനും വേണ്ടി തിന്നണം. രണ്ടായാലും തിന്നേ പറ്റത്തുള്ളൂ. ഉയിര് നിൽക്കുന്നവരെയും തിന്നാരെയും കുടിക്കാരെയും പറ്റുമോ? ചെറുക്കം വരുമെന്ന് പറഞ്ഞേച്ച് കണ്ടില്ലല്ലോ പെണ്ണേ. ഇങ്ങ് വരൂ അപ്പച്ച. തീവണ്ടി ആപ്പീസിൽ നിന്ന് വരണ്ടായോ? അപ്പച്ചൻ എഴിച്ച് കയ്യും മുഖവും കഴുകി. ആരുടെ കാര്യമാ കുഞ്ഞാനാപ്പള പറയുന്നേ? രാജമോൻ വരുന്ന കാര്യമാ. ഓ, അപ്പച്ചൻ നേരം വെളുത്ത് എഴീച്ചടം മുതല് കിഴക്കോട്ട് നോക്കി കാത്തിരിക്കുക. അത് ശരി. അപ്പൊ മാത്തൂട്ടി കൊച്ചനെ കൂട്ടിയച്ചും വരാൻ തീവണ്ടി ഓഫീസിൽ പോയതല്ലയോ? ഇവിടെ ഉള്ള ആള് കരിമനക്കെ പള്ളി പോന്നെന്നും പറഞ്ഞ് ഇറങ്ങിക്കുക. എള്ളുപറമ്പിലെ ലീലാമ്മയുടെ അമ്പറന്നോനാ തീവണ്ടി ഓഫീസിൽ പോയേക്കുന്നെ. എന്താ വന്ന ചിലപ്പോഴും തീവണ്ടി എത്താൻ വൈകുന്നതായിരിക്കും. അല്ലേ, മാത്തൂട്ടി പള്ളിയുടെ മുഖപ്പെണ്ണു ഉത്തരവെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് നാള് കുറെ ആയേ. ആരൂടെ ഇറക്കി വെച്ചു അങ്ങനെ ഇരിക്കുന്നതല്ലാതെ പള്ളിയുടെ മുഖപ്പ് ഇതുവരെ ചോരമേ കയറി കണ്ടില്ലേ? എടോ കുറുപ്പേ, ആരെയും കാലെടുത്ത് വെച്ചില്ലേ നടക്കത്തില്ല. ആണ്ടെ, കരിമ്പനയ്ക്ക് തെക്കൊരു പള്ളി ഉണ്ടായിരുന്നു. 3 കല്ലേ നിന്ന പള്ളിയാ. ഒതുക്കിനിട്ടേക്കുന്ന 2 കരിങ്കല്ലുണ്ടായിരുന്നു. അതേ ചവിട്ടി അകത്ത് കടന്ന മൊത്തവും അപ്പയും തകരയും പിടിച്ച് കിടക്കുമായിരുന്നു. മുറ്റത്തെ കുരിശടിക്ക് മുന്നിൽ നിന്ന് കൈതൊഴാമെന്ന് വെച്ചാ കണ്ണിന്റെ മുന്നിൽ വരെയും കോരപ്പുല്ലായിരുന്നു. ഇപ്പൊ പോയി താനൊന്ന് നോക്കിക്കേ. കൊപ്രാപ്പരയിലെ മൂപ്പീന്നും തോമാച്ചൻ മുതലാളിയും കൂടാ കെട്ടിടം പുതുക്കിച്ച്. അതാ പറഞ്ഞേ, ആരെയും കാലെടുത്ത് വെച്ചാലേ നടക്കത്തുള്ളു. അല്ലേ അങ്ങനെ അങ്ങ് കിടക്കും. ഓർക്കാനും കൈതൊടാനും കുരിശു വരയ്ക്കാനും കാണും എല്ലാരും. 2 കല്ലെടുത്ത് വെക്കാൻ ആരും കാണത്തില്ല. ഒന്നോട്ടാ കുഞ്ഞാനാപ്പിള പറയുന്നത് നേരാ. ഉള്ളി വിചാരം ഉണ്ടായിട്ടെന്റെ വാ കർമ്മറ്റി കാണണം, അല്ലെങ്കിൽ എന്റെ വാ പ്രയോജനം. ദേവാലയത്തിന്റെ കാര്യം മാത്രമല്ല കുഞ്ഞാനാപ്പിളെ, മനസ്സിന്റെയും കാര്യം അങ്ങനെ. മാറത്ത് കൈവച്ച് മുന്നിക്ക് നോക്കി ചിരിക്കാൻ കാണും എല്ലാരും. പക്ഷെ കാര്യം നോക്കാൻ എന്നെ ആരും ഓർക്കത്തില്ലെന്നെ. തമ്മി മറന്നു പോവുക. എന്നും കാണുന്നവരാന്നേലും ആളുകൾ തമ്മി മറന്നു പോവില്ലയോ? ദാവീദിന്റെ പുത്രൻ സോളമൻ ജ്ഞാനിയായിരുന്നു. രാജാവായപ്പോ കർത്താവിന്റെ വാഗ്ദാന പേടകം വയ്ക്കാൻ സോളമൻ ഒരു ദേവാലയം പണിതു. സോളമൻ കർത്താവിന് ദേവാലയം പണിതത് 7 കൊല്ലം കൊണ്ടാന്നാ പറയുന്നേ. ദേവദാരുക്കളും സരളമരങ്ങളും കൊണ്ട് പണിതയും വെച്ച് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചിറക് നീട്ടി നിൽക്കുന്ന കെരൂബുകളെയും വിടർന്ന പൂക്കളെയും ഈന്തപ്പനകളെയും കൊത്തിവച്ച് വിശേഷപ്പെട്ട ബലിപീഠവും തങ്കത്തി പൊതിഞ്ഞതായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് തിരിയാതെ
രാജാക്കന്മാർ മനസ്സ് കഠിനമാക്കിയപ്പോ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് ദൂതന്മാരെ അങ്ങോട്ടയച്ചു. അവർ അവിടുത്തെ വാസികളെ പുച്ഛിച്ചു തള്ളുകയും അവിടുത്തെ ദൂതന്മാരെ അവഹേളിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദേശം എല്ലാം ചുട്ടരിച്ച് കളയും വരെയും അവരുടെ മനസ്സ് കഠിനമായിരുന്നു. അവിടുന്ന് കൽദായരെ അവർക്കെതിരെ അണിനിരത്തി. ദേവാലയം നശിപ്പിക്കപ്പെട്ടു. കലശങ്ങളും ധൂപക്കുറ്റികളും തിരുക്കത്രിയ വരെ അവർ കൊണ്ടുപോയി. സോളമൻ പണിയിച്ച് തങ്കം പൊതിഞ്ഞ സ്തംഭങ്ങളും കൽദായര് കൊണ്ടുപോയി. കുഞ്ഞാനാപ്പിളെ, കുഞ്ഞാനാപ്പിളെ, എന്താ? ഒന്നുമില്ല. ആണ്ടെ ഇച്ചിരി കാഞ്ഞ് തള്ളി എനിക്ക് കൂടി തന്നെ. എന്തുവാടി? ഓ, എവിടെ? ആണ്ട കുഞ്ഞനാപ്പിളെ, ആരാ വന്നേക്കിതെന്ന് നോയിക്കേ. അല്ലേ കുറുപ്പച്ച ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പുത്തമ്പരെ കവല വരെ ഒന്ന് പോണമായിരുന്നു. എന്നാ പിന്നെ കാലത്തെ ഒന്ന് കേറി വെച്ചും പോവാന്ന് വിചാരിച്ച്. വേറൊന്നും അല്ല, കുഞ്ഞനാപ്പിള വയ്യാതെ കിടക്കുമല്ലയോ. ഒല്ലേ ഈ പൊടി അങ്ങ് വളർന്നു പോയല്ലോ. എന്ത് പണി ഒളിച്ചു കളിക്കുന്നു? അത് കൊള്ളാം. പൊടിക്കൂടെ വേറെ പണി എന്തുവാ? നിന്നങ്ങ് വളരുമല്ലയോ? അല്ലയോ കൊച്ചമ്മേ? കൊത്തങ്കല്ല് കളിക്കണം, പിന്നെ വളരണം, അല്ലയോടി? പെണ്ണിനെന്തോ ഒരു നാണം. ആണ്ടെ ഇത്രയും ദിവസവും ഇച്ചായം വരുന്നതും കാത്തിരിക്കുമായിരുന്നു സുസിലി കുഞ്ഞ്. എന്തോ ചോദിച്ചാലും രാജുച്ചായം വരും എന്നായിരുന്നു. എന്നെ ഇപ്പൊ രാജായം വന്നപ്പോ അമ്മച്ചിയുടെ പുറകെ പാത്ത് നിക്കുവാന്നോ? ഞാൻ കുറുപ്പ്, ശിവരാമ കുറുപ്പ്, പഴയ വെള്ളത്തില് രാമകൃഷ്ണൻ കൊച്ചാട്ടിന്റെ കൂടെ പങ്കുവെച്ചോടവാ. ഓ, അത് ശരി. കുറുപ്പച്ചനെ അറിയത്തില്ല അല്ലയോ? കുറുപ്പച്ചന് കച്ചവടത്തിൽ പങ്ക് രാമകൃഷ്ണചാരുവായിട്ടാ. എന്നാ ശരിക്കുള്ള പങ്ക് ആണ്ട ഇവിടാ. ആന്നു വല്യപ്പച്ചന്റെ പങ്കുകാരനാ. അപ്പച്ചാ, 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 ആണ്ട ആരാ വന്നേക്കുന്നേ നോക്കിയേ. ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ അങ്ങ് മയങ്ങിയാ. കാലത്തേ മുതൽ ചെറുമോനെ കാത്തിരുന്നയാ. ഉണരുന്നത് ഉറങ്ങുന്നതും തന്നെ അറിഞ്ഞേച്ചു അല്ല. പ്രായമായില്ലയോ അതാ. അപ്പച്ചാ, അപ്പച്ചാ, ആണ്ടെ രാജമ്മ വന്നേക്കുന്ന്. കൊച്ചൻ വന്നോടി. അല്ലേ അപ്പച്ച അന്തം വിട്ട് ഉറക്കമല്ലായിരുന്നോ? ആണ്ടെ ആണ്ട അപ്പച്ചാ. വല്യപ്പച്ച, വല്യപ്പച്ച, ചൊവ്വയെ കാണാൻ വയ്യ. നീ വാ, വന്നാട്ടെ. ഇത് ഞാനാ, എള്ളുപറമ്പിലെ ബേബിയാ. രാജനാണ്ടേ വല്യപ്പച്ച, ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? വാ, ഞാൻ നിന്റെ കയ്യിലൊന്ന് പിടിക്കട്ടെ. വാ. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും?
കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. വല്യപ്പച്ച, വല്യപ്പച്ചനും മക്കളും മരുമക്കളും ഒക്കെ ഒന്നിച്ചു കൂടിക്കൊണ്ടാട്ടെ. തൽക്കാലം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയച്ചും വരാം. ഇയാൾ എന്താവാടോ പറഞ്ഞേ? ആണ്ടെ, ഇങ്ങനെ ചെറുമക്കളും മരുമക്കളും ഒക്കെ കൂടി ചേർന്നിരിക്കുന്നതിലും വലിയ പുണ്യം എന്തുവാ കുഞ്ഞാനാപ്പിളെ ജീവിതത്തില്? അല്ലേ, വയസ്സുകാലത്ത് മനുഷ്യന് കിട്ടുന്ന പുണ്യം അല്ലയോ ഇതെന്ന്. പുണ്യവും പാപവും ഒക്കെ ആർക്കറിയാം? നമ്മക്ക് തീരുമാനിക്കാവുന്ന അന്നോടോ അതെ. പുണ്യം അല്ലാണ്ട് പിന്നെ എന്തുവാ കുഞ്ഞാനാപ്പിളെ? അല്ലേ, മേലെഴുത്ത തലമുറ അല്ലയോ ഒന്നിച്ചേക്കുന്നേ. പിന്നെ അപ്പച്ചനും മക്കും കൂടെ ഇച്ചിരി വെള്ളം അനത്തിക്കൂടെ. എന്നാ പിന്നെ ബേബിയെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വെച്ചും വരാം. കുറുപ്പച്ചൻ നില്ലേ, ഇച്ചിരി കാപ്പി കുടിച്ചും പോയട്ടെ. കാപ്പിക്ക് വേണ്ടി ഇനിയും കിടക്കുമല്ലയോ? നേരം പോയി ബേബിയെ. കാണാം. ഓ, സമയം എന്തോ ആയി പെണ്ണേ. അന്തിക്കും വേണ്ടി ഇനിയും 2 നാഴിയുണ്ടോ? ഉച്ചയായല്ലോ ഉള്ള അപ്പച്ച. ആന്നോ? കുഞ്ഞേ, നീ എന്തേലും കഴിച്ചോ? ഇല്ലപ്പച്ച. പെണ്ണേ, കൊച്ചൻ എന്തെങ്കിലും കൊടുത്താട്ടെ. അകത്തോട്ട് ചെല്ല്. ചെന്നേച്ച് കുപ്പായവും തുണിയും മാറി വാ. രാജമ്മ വന്നേ. ആണ്ടെ, വടക്ക മുറിയിലോട്ട് വെച്ചാട്ടെ, സഞ്ചിയും കെട്ടുമല്ല. കർത്താവേ, മടങ്ങി വരേണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സംതൃപ്തരാക്കേണമേ. പീഡ അനുഭവിച്ചിടത്തോളം ദിനങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങൾ ആനന്ദിച്ചുല്ലസിക്കട്ടെ. കർത്താവേ, കണ്ണിക്കറുത്ത് വെച്ചാ പിടിക്കുന്ന പണിയാണോ ഈ കാണിക്കുന്നവല്ലോ? ആണ്ടേ, വെയിൽ ഉച്ചയ്ക്ക് അടിച്ചു തുടങ്ങി. എന്നേച്ചും പായം നെഴിച്ചേച്ച് കണ്ണു തെളിച്ച് മിറ്റം കണ്ടില്ലെന്ന് പറഞ്ഞാലോ? ദേ, നേരം വെളുത്തപ്പോഴും കൊണ്ടുവച്ച കട്ടൻ കാപ്പിയാ തലക്കയിലിരിക്കുന്നത്. വല്ലവരും കണ്ടാൽ എന്തോ പറയുന്ന. ഒന്ന് എണീച്ചേ, ഒന്ന് എഴിച്ചോണ്ടാട്ടെ. രക്ഷകനെ, ഇതിന് കുടിക്കാൻ കൊള്ളാവോ? എടി ആവലാതി കാണിക്കല്ലേ, അതെടുത്ത് മറിച്ചക്കല്ലേ. ഇങ്ങോട്ടേ ഇച്ചിരി തുണത്തന്ന് വെച്ച് എന്താ? എടി, കിഴക്കൻ വേണ്ടി നിന്റെ അപ്പനെ കരിമ്പ് തൊപ്പുണ്ടോടി? പിന്നെ ഇല്ലയോ, അങ്ങോട്ട് പോയി നോക്കി നടത്തിയാട്ടെ. അല്ലേ, ഉച്ചവരെ ഇങ്ങനെ ഉറങ്ങിയേച്ച് കിനാവ് കണ്ടാ പറയുവാന്നോ? കിനാവൊന്നും അല്ല, അറിയാൻ ചോദിച്ച. അപ്പന് കരിമ്പും തോപ്പില്ലേ? ഒരു കാപ്പിക്ക് 3/4 തൂക്കം ചക്കര ഇടുന്ന എങ്ങനാടി? 3/4 തൂക്കം ചക്കരയുടെ കണക്ക് പറയുന്ന കേട്ടോ. ഈച്ചാളിക്കാരുടെ അരിയും വാങ്ങിയേച്ച് എനിക്കിതേ ഉള്ളു പണി. ഒരു അരിക്ക് 4 പതിരും കല്ലുവാ. പെറുക്കി എന്റെ ആയുസ് തീരും. അല്ലേ, മുറ്റത്തോട്ട് മാറി അങ്ങ് ഇരുന്നോ? ആണ്ടേ, ആ കോമമ്പല്ലേന്റെ ചെറുക്കഞ്ഞ് ജ്വരവാ. ഉള്ള നേരത്തെ ആ താറാവിനും തറയിലിറക്കിക്കാട്ടെ. അവത്തങ്ങൾ വെള്ളം കണ്ടേച്ച് 4 എനിക്ക് താറാവിനെ തീറ്റിക്കൊണ്ട് നിൽക്കാൻ നേരമില്ല.
കിഴക്കൻ ചന്തക്കേ ഒരു കോളത്തിട്ടുണ്ട്. കോള് ചന്തേ കോള് കാണും. അത് നമുക്ക് എന്താ ഗുണം? ചന്തേ പോയാലല്ലേ കോളൊക്കത്തുള്ളു. ഒന്ന് നിക്കണേ. എന്താ ഈ കല്ലുവിളെ വീട്ടിൽ പോവാൻ ഇനിയും നടക്കണോ? എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. കല്ലുവിളെ കുഞ്ഞെറുക്കനിച്ചായന്റെ വീട് ഏതാ? ലോണ്ട ഇല്ല കാണുന്നയാ കുടി. ദൂരെന്ന് വെച്ചാ അങ്ങ് ദൂരെയാ, ദൂരെ പട്ടണത്തിൽ നിന്നും. കല്ലുവിളയിലെ കൊച്ചമ്പ്രാന്റെ കൂടെ ആയിരിക്കും വേല, അല്ലയോ? ആ, ഞങ്ങൾ ഒരുമിച്ചാ. അതല്ലേ ചോദിച്ചേ. ഞാക്ക് കണ്ടപ്പോഴേ പിടികിട്ടി. ഇന്നാള് വന്നായിരുന്നു ഇതുപോലൊരു തമ്പ്ര. ലോണ്ടേ ലതാ കുടി. ശരി. നില്ലെന്നേ. ആണ്ടേ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താ പാടി? അല്ല, കല്ലുവിളെ കുഞ്ഞെറുക്കനിച്ചായന്റെ വീടല്ലയോ? ആന്നു. കുഞ്ഞെറുക്കനിച്ചായൻ ഇല്ലയോ? കുഞ്ഞേർക്കനാ വന്നാട്ടെ. കൊച്ചിന്ന് വരുവാ. കൊച്ചിയിലെ കുഞ്ഞൂട്ടിച്ചായന്റെ അടുത്തു. ആന്ന് മനസ്സിലായി. കൊച്ച പറഞ്ഞയച്ചായിരുന്നു. ഇങ്ങോട്ടിരുന്നാട്ടെ. രാത്രിക്ക് വരുമെന്നല്ലയോ പറഞ്ഞേ? പക്ഷേ എനിക്ക് നാളെ കാലത്ത് തിരിച്ചു പോയേ ഒക്കത്തുള്ളൂ. ഓ, അതാ പകലിറങ്ങിയത്. അറിഞ്ഞില്ല. അതാ, അല്ലായിരുന്നേ കടവത്തൊന്നും നിൽക്കത്തില്ലായിരുന്നു. ഓ, സാരമില്ല. ബോംബെന്ന് ദാനിക്കുട്ടിയുടെ ഒരു എഴുത്തുണ്ട്. ഇത് വായിച്ചു ആട്ടെ. ഇനി എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് വായിച്ചു നോക്ക്. എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, എഴുത്താന്നോ അവൻ കൊടുത്തേച്ചേക്കുന്നെന്ന് വിചാരിക്കുമായിരുന്നു. അല്ല, എഴുത്ത് വായിച്ചാലല്ലേ അറിയത്തുള്ളൂ എന്താ ഏതാന്നൊക്കെ. അത് ആദ്യം വായിച്ചു ആട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം അത് വായിച്ചാട്ടെ, എന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, അതിപ്പോഴ് വേറൊന്നുമല്ല. ഈ എഴുത്തിനെന്തോ? ഈ എഴുത്തൊന്നും നീ വായിച്ചു തന്നേര്. അല്ലേ, നമ്മളെങ്ങനാ ഇമാതിരി എഴുത്തൊക്കെ വല്ലവരും കൊണ്ട് വായിപ്പിക്കുന്നേ? അക്ഷരം അറിയാവുന്ന ഏതേലും നാരികളെ കൊണ്ട് വായിപ്പിക്കുന്ന ശരിയാവത്തിരുന്നേ. അത് ശരി. അപ്പൊ അതാ കാര്യം. എഴുത്തും വായന അറിയത്തില്ല കാരണവർക്കല്ലയോ? പിന്നില്ലയോ? അപ്പൻ അറിയുന്നതിന് മകൻ ദാനിക്കുട്ടി എഴുതുന്നത് എന്തെന്നാൽ, എനിക്ക് ഈ മാസം വരാനും കാണാനും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കൊടുത്തയക്കേ മാർഗമുള്ളൂ. അപ്പൻ തന്നെ നേരിട്ട് മാത്തം മുതലാളിക്ക് സാധനം എത്തിച്ചു കൊടുക്കണം. മാത്തം മുതലാളി ഒന്ന് വന്നിട്ട് അങ്ങോട്ട്